ഹായ് ഓൾ, ചാറ്റ് വിത്ത് വൺസ് ടോപ്പ് ടീച്ചേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അശ്വതി മിസ്സാണ്. അതായത് വൺസിൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന അശ്വതി മിസ്സാണ് നമ്മുടെ ഈ ഒരു ചാറ്റ് ഷോയിൽ നമ്മുടെ കൂടെ ഉള്ളത്. സോ വെൽക്കം മിസ്. സോ അശ്വതി മിസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ടീച്ചറാണ്. അതോടൊപ്പം തന്നെ റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള ഒരുപാട് ഇലക്ട്രിക്കൽ എക്സാംസ് നടന്നിരുന്നു. അതിൽ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്പെക്ടറേറ്റിൽ റാങ്ക് 30, PWD AEയിൽ 29 റാങ്ക്. അതുപോലെ തന്നെ റീസെൻ്റായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള KSEB സബ് എഞ്ചിനീയറിൻ്റെ റാങ്ക് ലിസ്റ്റിൽ 66 ആണ്. സോ ഒരു ടോപ്പ് ബിലോ 100 തന്നെ നമുക്ക് പറയാം. സോ ടോപ്പ് റാങ്കിൽ ഇടം പിടിച്ചിരിക്കുന്ന അശ്വതി മിസ് ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. സോ കുറച്ച് കാര്യങ്ങൾ മിസ്സിനോട് ചോദിച്ച് അറിയാം നമുക്ക്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ് മിസ്. ഓക്കെ. സോ മിസ് ബേസിക്കലി ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് മിസ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. സോ മിസ്സിൻ്റെ ഒരു പഠന കാലഘട്ടം മുതലേ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ മിസ് BTech ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആയിരുന്നു. സോ അതിന് ശേഷം മിസ് എംടെക്കിലേക്കാണ് പോയത്. സോ ബേസിക്കലി എംടെക് എടുക്കാനുള്ള ഒരു കാരണം ടീച്ചിങ് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ BTech കഴിഞ്ഞപ്പം ഇതോട്ട് ഗേറ്റ് പ്രിപ്പയർ ചെയ്തു, ഗേറ്റ് എക്സാം എഴുതി. അപ്പം അതിൻ്റെ സ്കോർ വെച്ചിട്ട് എംടെക്കിന് കിട്ടി. അപ്പം അങ്ങനെ എംടെക് ഓക്കെ 12 പാസ് ഔട്ട് ആയി. പിന്നെ 13 എംടെക്കിന് ജോയിൻ ചെയ്യുന്നത്. സോ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് CET-യിലായിരുന്നു എംടെക് ചെയ്തത്. മെഷീൻസ് ആയിരുന്നു, ഇലക്ട്രിക്കൽ മെഷീൻസ് ആയിരുന്നു സ്പെഷ്യലൈസേഷൻ. അപ്പോൾ 2013 എംടെക്കിന് ജോയിൻ ചെയ്തു. ഒരു പ്രത്യേകത ഇവിടെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഇലക്ട്രിക്കൽ PSC സ്റ്റുഡൻസിന് കൂടുതൽ ഫേവർ ആയിട്ടുള്ള നമ്മുടെ ജിബിൻ സാറ് മിസ്സിൻ്റെ ഒരു ക്ലാസ്മേറ്റ് കൂടെ ആയിരുന്നു. 2013-15 ബാച്ചിൽ CET-യിലായിരുന്നു ജിബിൻ സാറും. സാറ് 2013 ജോയിൻ ചെയ്തു, പവർ സിസ്റ്റത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് സാറിനപ്പം ഗേറ്റ് സ്കോർ വെച്ചിട്ട് PSU കിട്ടിയപ്പം സാറ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ല. അങ്ങനെ നേരെ ജോലിക്ക് ജോയിൻ ചെയ്തു. അപ്പം എനിക്ക് പരിചയം ഉണ്ടായിരുന്നു, അതായത് ജോയിൻ ചെയ്ത സമയത്തുള്ള പരിചയം ഉണ്ട്. ജിബിൻ സാറൊക്കെ നമ്മുടെ ഫ്രണ്ട് കൂടെയാണ്. ഇപ്പം 2012 സാറ് BTech കഴിഞ്ഞ് 13 ഇരിക്കുമ്പോഴാണ് ഗേറ്റ് ത്രൂ സാറ് NHPC നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷനിലാണ് സാറ് ജോയിൻ ചെയ്തത്. സോ അന്നൊക്കെ ശരിക്ക് ഗേറ്റ് ത്രൂ PSU റിക്രൂട്ട്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം കൂടെയാണ്. അപ്പോൾ സാറിന് ഒരു നല്ല റാങ്ക് ഉണ്ടായിരുന്നു. അതെ അതെ, സാറന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളുടെ സാറിനോടൊക്കെ ചോദിച്ചത് എങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യണോ, കോഴ്സ് എടുക്കണോ. അന്ന് കുറച്ചുകൂടെ എംടെക്കിന് ഡിമാൻഡ് ഉള്ള സമയം കൂടെയാണ്. അതെ അതെ. അപ്പം എങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണോ അതോ ജോലിക്ക് പോകണോ. അപ്പം സാറന്മാരും എല്ലാവരും ഇങ്ങനെ പറഞ്ഞു, ജോലിയാണല്ലോ, അപ്പം എംടെക് താല്പര്യം ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തോളൂ, ഇല്ലെങ്കിൽ ബെസ്റ്റ് ഗേറ്റ് സ്കോർ വെച്ചിട്ടുള്ള ജോലിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ സാറ് എംടെക് കംപ്ലീറ്റ് ചെയ്തില്ല, ജോലിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പോയി. പക്ഷെ അവിടെ വെച്ച് എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. സാർ ഇപ്പോൾ കറന്റ് NHPC URI 1 ഡെപ്യൂട്ടി മാനേജറായിട്ടും കൂടെ വർക്ക് ചെയ്യാണ്. ഓക്കെ. ഇപ്പോഴും ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. സാറ് ഇവിടെ വന്നപ്പോൾ എനിക്ക് പരിചയമായി. ഇവിടേക്കുള്ള ഒരു എൻട്രി ത്രൂ ജിബിൻ സാർ കണക്ഷൻ കൂടെ ഹെൽപ്പ് ചെയ്തു. അതെ അതെ, നമുക്ക് എവിടെയെങ്കിലും ഒരു പരിചയം ഉണ്ടെങ്കിൽ അത് പിന്നീട് യൂസ് ആവും. ഓക്കെ. പിന്നെ മിസ് 2015 എംടെക് കംപ്ലീറ്റ് ചെയ്തു. സോ അതിനുശേഷം ടീച്ചിങ് ആയിരുന്നു കൂടുതലും നോക്കിയിരുന്നത്. ഓക്കെ. അപ്പോൾ ടീച്ചിങ് കരിയർ എങ്ങനെയായിരുന്നു അതിന് ശേഷം? പാസ് ഔട്ട് ആയി കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് കയറിയത് മുത്തൂറ്റിലായിരുന്നു, മുത്തൂറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. അവിടെ ഒരു 3 years വർക്ക് ചെയ്തു അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ ഒരു ഗവൺമെൻറ് ജോലിയായിരുന്നു താല്പര്യം. ആ ഒരു രീതിയിൽ ഒരാഗ്രഹം തോന്നി പ്രിപ്പയർ ചെയ്യണമെന്ന്. അപ്പം ആദ്യമേ ആ സമയത്തായിരുന്നു പോളിടെക്നിക് ലെക്ചറർ വിളിച്ചിരുന്നത്. അപ്പം അതിൻ്റെ കൂടെ ഞാൻ പ്രിപ്പയർ ചെയ്ത് ഇല്ലെങ്കിൽ നോക്കിയപ്പം എനിക്ക് റാങ്ക് ലിസ്റ്റിൽ വന്നെങ്കിലും നല്ലൊരു റാങ്കിലേക്ക് വന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി പ്രിപ്പറേഷൻ നല്ല രീതിയിലുണ്ട് എങ്കിലും നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം അധികം വീട്ടിൽ വന്നാൽ നമുക്ക് അത്രയും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പം പിന്നെ അന്ന് ഓൺലൈൻ കോച്ചിങ് ഇല്ല. അപ്പൊ നമ്മൾ തന്നെ മെറ്റീരിയൽ കണ്ടുപിടിക്കണം. സെൽഫായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു. അപ്പം അതിൻ്റെ പോരായ്മകൾ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ വർക്ക് കംപ്ലീറ്റ് ആക്കണം, കുട്ടികളെ പഠിപ്പിക്കാനുണ്ടാവും, അതൊക്കെ അതെ അതെ മെന്ററാണ്. അപ്പം അതെല്ലാം ചെയ്തിട്ട് നമുക്ക് ആ സമയം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് മെറ്റീരിയൽ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് പിന്നെ പഠിക്കുക എന്ന് പറഞ്ഞൊരു ടൈം കൺസ്യൂമിങ് ആയിരുന്നു. പക്ഷേ അപ്പം റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി പ്രിപ്പറേഷൻ നല്ല രീതിയിൽ ഉണ്ടെങ്കിലും നമുക്കിഷ്ടമാണെങ്കിൽ, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ കയറാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായി.
അപ്പോൾ ആ രീതിയിലാണ് പിന്നെ ഒരു എക്സാമിൻ്റെ ഒരു ടൈം വന്നു. അപ്പം ഇലക്ട്രിക്കൽ കുറെ എക്സാംസ്. അപ്പോൾ മിസ് മുത്തൂറ്റില് AP ആയിട്ട് 3 വർഷത്തോളം അറൗണ്ട് വർക്ക് ചെയ്തു. സോ അവിടെ മിസ് അവിടെ ഇപ്പോൾ ഇപ്പോഴത്തെ പോലെയല്ല, ക്ലാസ് കോച്ചിങ് അല്ലെങ്കിൽ ക്ലാസ് റൂമിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. സോ അന്ന് മിസ് ഹാൻഡിൽ ചെയ്ത സബ്ജക്ട്സ് ഏതൊക്കെയായിരുന്നു അവിടെ? മെഷീൻസ്, മെഷർമെന്റ്സ്, അങ്ങനത്തെ സബ്ജക്റ്റുകളെല്ലാം കോറായിട്ടുള്ള സബ്ജക്റ്റുകൾ. ഇന്റർ ഡിസിപ്ലിനറി എടുത്തിട്ടുണ്ട്, എലക്റ്റീവ് സബ്ജക്ട്സ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ലാബ് ഉണ്ടായിരുന്നു, മെഷീൻസ് ഉണ്ടായിരുന്നു, മെഷർമെന്റ്സ് ലാബ്. സോ ടോട്ടലി ആ 3 വർഷത്തെ എക്സ്പീരിയൻസ് വിലയിരുത്തുമ്പോൾ ഇപ്പോൾ എങ്ങനെയാ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നതും കുട്ടികളായിട്ട്. പിന്നെ എൻ്റെ ഇഷ്ടം, എൻ്റെ താല്പര്യമൊക്കെ നോക്കിയപ്പം എനിക്കിഷ്ടം ഗവൺമെന്റ് ജോലിയാണ്. അപ്പം ഒരു താല്പര്യം നമുക്ക് ഏത് ഫീൽഡിലുണ്ടെങ്കിലും അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്യണമല്ലോ. അപ്പം അതിനുവേണ്ടിയാണ് റിസൈൻ ചെയ്തത്. അതായത് 2019 റിസൈൻ ചെയ്തത്. സോ റിസൈൻ ചെയ്ത സമയത്തുള്ള മൊത്തത്തിലൊരു മിസ് കല്യാണം ഇതിന്റെ ഇടയ്ക്ക് എംടെക് കഴിഞ്ഞപ്പോഴായിരുന്നു കല്യാണം. അത് കഴിഞ്ഞിട്ട് റിസൈൻ ചെയ്തപ്പോൾ ഫാമിലി സപ്പോർട്ടീവ് ആയിരുന്നു, എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നു. എനിക്ക് എൻ്റെ താല്പര്യത്തിനായിരുന്നു റിസൈൻ ചെയ്തത്. ഹസ്ബൻഡ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും എല്ലാവരും ഓക്കെ, താല്പര്യം ഉണ്ടെങ്കിൽ പഠിച്ചോളൂ എന്നുള്ള രീതിയിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഫാമിലി സപ്പോർട്ട് നല്ല രീതിയിൽ കിട്ടി, കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ മിസ്സിന്റെ ഒരു ഫാമിലിയെ കുറിച്ചൊന്ന് ബ്രീഫായിട്ട്. ഫാമിലിയിൽ ഹസ്ബൻഡ് ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, കടവന്ത്രയിൽ തന്നെയാണ് ഓഫീസ്. പിന്നെ 2 കുട്ടികൾ, മൂത്താള് 1ാം ക്ലാസ്സിൽ, ഇളയാള് pre-KG-യിലാണ്. അങ്ങനെ പിന്നെ അച്ഛനും അമ്മ എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ സപ്പോർട്ട് നല്ല രീതിയിൽ മുന്നോട്ടുള്ള പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെ, എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നു. പഠിക്കാനൊക്കെ ആണെങ്കിലും നമുക്ക് വീട്ടിലിരുന്നൊന്നും അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, കുട്ടികൾ എപ്പോഴും വരുമല്ലോ. അതിനുള്ള ടൈം എങ്ങനെയാണ്? അതിനുള്ള 2 കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവരെ നോക്കുക, വീട്ടിലത്തെ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടികള് അച്ഛനും അമ്മയും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പം അവര് നോക്കുമായിരുന്നു. പിന്നെ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ നേരത്തെ ഹസ്ബൻഡ് ഓഫീസിൽ ഇരിക്കുമായിരുന്നു. കാരണം വീട്ടിൽ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഇവര് ഇടയ്ക്കിടയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പഠനം ബ്രേക്ക് ആവും. അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. നമുക്ക് പഠിക്കുമ്പോൾ ഒരു സ്ട്രെച്ച് ഓഫ് ടൈം കണ്ടിന്യൂസ് കിട്ടണം, എന്നാലേ പറ്റുള്ളൂ. ഒരു അരമണിക്കൂർ പഠിച്ച അരമണിക്കൂർ അത് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. നമ്മൾ ബ്രേക്ക് എടുക്കാം അരമണിക്കൂറിൽ. പക്ഷെ നമുക്ക് കുട്ടികളുടെ കൂടെ അങ്ങനെ കളിക്കാൻ ചിലപ്പോൾ പറ്റില്ല. അപ്പം ഞാനും രാവിലെ ഹസ്ബൻഡിന്റെ കൂടെ ഓഫീസിലേക്ക് പോകും. കടവന്ത്രയിൽ തന്നെയാണ് ഓഫീസ്. അപ്പം അജിത് ശ്രീനിവാസന്റെ അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ ഓഫീസാണ്. അപ്പം അവിടെ പോകും. അപ്പം ഓഫീസ് അവിടെ ആയിരിക്കും. മാറിയൊരു റൂമിൽ ഞാനിരിക്കും. എന്നിട്ട് ഞാൻ കുറച്ചു നേരം ഒരു ഉച്ചവരെയൊക്കെ പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ചിലപ്പോൾ പോരും. അപ്പം കുട്ടികൾക്കും കുഴപ്പമുണ്ടാവില്ലായിരുന്നു. അങ്ങനെ വീട്ടിലെ അച്ഛനും കുട്ടികളെ നോക്കും. ഓക്കെ, അപ്പോൾ കുറച്ചു കാലം അങ്ങനെ പ്രിപ്പയർ ചെയ്ത് അതിൻ്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് ഇപ്പോൾ ഏകദേശം കിട്ടി. ഓക്കെ, പിന്നെ ഒരു കോവിഡ് പിന്നെ 2020 ആയപ്പോഴത്തേക്ക് കോവിഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ മെയിൻലി ഇൻസ്പെക്ടറേറ്റിന് വേണ്ടിയിട്ടായിരിക്കും അത് പ്ലാൻ ചെയ്തിട്ടായിരിക്കും റിസൈൻ ചെയ്തിട്ടുണ്ടാവുക. പിന്നെയാണ് നമ്മൾ സീരീസ് ഓഫ് എക്സാം എന്നുള്ള രീതിയിൽ പല എക്സാംസും വന്നത്. ഓവർസിയർ വന്നു, സബ്, AE വന്നു, അതുപോലെ തന്നെ പോളി ലെക്ചർ, AP, അങ്ങനെ ഒരുപാട് എക്സാംസ് വന്നു. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ മൊത്തത്തിൽ എല്ലാ എക്സാംസിനും ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ മിസ് പണ്ട് ലെക്ചറിങ് പോളി എഴുതിയിരുന്ന സമയത്തുള്ള അന്നത്തെ ഒരു കോമ്പറ്റീഷൻ ലെവലല്ല ഇപ്പോൾ ടോട്ടലി മാറി. കാരണം കോവിഡ് വന്നതിന് ശേഷം ഒരുപാട് ചേഞ്ചസ്. ഇപ്പോൾ കോച്ചിങ് ആണെങ്കിലും എല്ലാവർക്കും കോച്ചിങ് എടുത്ത് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. വീട്ടിലിരുന്നിട്ടാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കുട്ടികളെ നോക്കുന്നതിൻ്റെ ഇടയിലൊക്കെ സമയം കണ്ടെത്തി പഠിക്കാനും ഈ ഓൺലൈൻ സംവിധാനത്തിന്റെ ഒരു എഫക്റ്റ് വളരെ കൂടുതലാണ്. അതെ, ഇപ്പം ഞാനന്ന് പ്രിപ്പയർ ചെയ്യുമ്പം കോളേജിൽ വർക്ക് ചെയ്യുമ്പം അതായത് എനിക്ക് കൂടെ പഠിക്കാൻ നമ്മൾ തന്നെ മെറ്റീരിയൽസ് കണ്ടുപിടിക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആക്ച്വലി അതില്ല. നമുക്ക് ഓൺലൈനായിട്ട് എടുക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ കിട്ടാണ്. വന്ന് ഓഫ്ലൈൻ കോച്ചിങ് മാത്രമായിരുന്നു. അത് വളരെ റയർ ആയിട്ട് കുറച്ച് പേര് മാത്രമാണ് ഓപ്ഷൻസ് ചൂസ് ചെയ്തിരുന്നത്. എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പൊ ഈ ഓൺലൈൻ കോച്ചിങ് വന്നപ്പം ശരിക്കും നമുക്ക് വർക്ക് ചെയ്യുന്നവർക്കും എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. അതായത് നമുക്കൊരു ടൈം കണ്ടെത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അത് ടൈം കണ്ടെത്താൻ പറ്റുമെങ്കിലും മെറ്റീരിയൽ നമുക്ക് കിട്ടുവാണെങ്കിൽ പഠിക്കാൻ എളുപ്പമാണ്. അതേസമയം മെറ്റീരിയൽ കണ്ടുപിടിച്ച് പിന്നെ പഠിക്കുന്നതിന് വീണ്ടും ടൈം നമുക്ക് എടുക്കും. നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസ്, കാര്യങ്ങൾ, അതിന്റെ കറക്റ്റ് സിലബസ് ഓർഡറിൽ മെറ്റീരിയലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സമയം കൂടെ നമ്മൾ പ്രോപ്പറായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കത് കോമ്പറ്റീഷൻ ലെവൽ വളരെയധികം കൂടിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസിന്റെ ലെവലൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ അന്നത്തെ എക്സാം എഴുതി അന്നത്തെ പോളി എഴുതിയ ആളാണ് ഇപ്പത്തെ എഴുതിയത് ആളാണ്. അപ്പൊ ആ ഒരു എക്സാംസ് ഒക്കെ തമ്മിൽ എഴുതുമ്പോ ആ ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ എക്സാമിന്റെ ക്വസ്റ്റ്യന്റെ ലെവൽ വളരെ കൂടുതലാണ്. ഗേറ്റിന്റെ ഒരു 1 മാർക്ക് ലെവലെങ്കിലും
ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. ടൈം മാനേജ്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എക്സാമിൽ. അപ്പം ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും, നല്ല വേഗത്തിൽ ചെയ്യുക, അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ക്വസ്റ്റ്യൻ പണ്ടത്തെ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതേപോലെ വരുന്നില്ല. അപ്പം അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നമ്മുടെ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് റാങ്കിൽ വരാൻ ഏകദേശം ഏത് ഏരിയ ആണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതേ ക്വസ്റ്റ്യൻ വരുന്നില്ല, അതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നില്ല. അതേ ടൈപ്പ് ചിലപ്പോൾ വന്നേക്കാം, പക്ഷെ സെയിം ക്വസ്റ്റ്യൻ തന്നെ വരുന്നില്ല. അപ്പം ക്വസ്റ്റ്യൻസ് മാറി മാറിയാണ് വരുന്നത്. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പൊ അതിനൊക്കെയാണ് മിസ് ഇപ്പോൾ ഓൺലൈനിൽ കോച്ചിങ് സപ്പോർട്ടൊക്കെ എടുത്തിട്ടൊക്കെ ആയിരിക്കും മേ ബി ഫുള്ളായിട്ട് നമുക്ക് സെൽഫായിട്ട് എല്ലാം കവർ ചെയ്യാൻ പറ്റില്ല, ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഞാനും സപ്പോർട്ട് ഉണ്ടായിരുന്നു എനിക്കും. അങ്ങനെയായിരുന്നു ഇൻസ്പെക്ടറേറ്റ് എഴുതിയത്. അപ്പം അത് കഴിഞ്ഞിട്ടും ഉള്ള എക്സാമിനും ഉണ്ടായിരുന്നു, ഞാൻ എടുത്തിരുന്നു. അപ്പൊ ക്ലാസ് ഒക്കെ എടുത്തു. അപ്പൊ അതിന്റെ വെച്ചിട്ട് എനിക്ക് നല്ലൊരു നോട്ടും ഉണ്ടായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു, എഴുതി തന്നെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. എന്നിട്ട് ആ നോട്ട്സ് വെച്ചിട്ടായിരുന്നു ബാക്കി ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യും. റിവിഷനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. റിവൈസ് ചെയ്യും തോറും നമുക്ക് പുതിയൊരു ടോപ്പിക്ക് പഠിക്കുന്നതിനേക്കാൾ അത്രയും തന്നെ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ആണ് റിവിഷനുള്ളത്. റിവൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ മറന്നുപോയിക്കൊണ്ടിരിക്കും. അപ്പം ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതൊക്കെയാണ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ എന്താ വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറേ ഇലക്ട്രിക്കൽ എക്സാംസ് ഇനിയും ഇപ്പോൾ ഓവർസിയർ ഗ്രേഡ് 1 ഗ്രേഡ് 2 അതുപോലെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ, ഇനിയിപ്പോൾ RRB JE വിളിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഹാർബർ എഞ്ചിനീയറിംഗ് JE. അപ്പോൾ ഇനിയും ഒരുപാട് ഇതൊക്കെ കേൾക്കുന്ന സ്റ്റുഡൻസിന് ഒരുപാട് മോട്ടിവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയും ഒരുപാട് എക്സാംസ് വരാനുണ്ട്. സോ അവരൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. അതെ അതെ, നല്ലോണം പ്രിപ്പയർ ചെയ്യുക, ടൈം എടുത്ത് തന്നെ നോക്കുക. പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമുള്ള ഒരു പ്രിപ്പറേഷൻ പ്രോപ്പർ പ്ലാനോട് കൂടി നമുക്ക് ഏകദേശം ഈ എക്സാം എപ്പോൾ വിളിക്കും എന്നുള്ള ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ട് നമ്മളൊന്ന് അഡ്വാൻസ് ആയി പ്ലാൻ ചെയ്തിട്ട് പ്രിപ്പറേഷനിലേക്ക് പോയാലാണ് നല്ല ടോപ്പ് റാങ്കിലേക്ക് വരുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അതുപോലെ കോമ്പറ്റീഷൻ ഉണ്ട്, കുട്ടികൾ അതേ കൂട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് നമുക്ക്. അപ്പം നമ്മൾ എത്രത്തോളം കോച്ചിങ് ഇല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നത് കുറയുന്നോ അത്രയും ബാക്കിയുള്ളവർക്ക് കയറാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ ഇപ്പോഴുള്ള ഒരു റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പല ആൾക്കാരും പല ലിസ്റ്റിലും സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരേപോലെ അത് എഴുതുന്നവരെല്ലാരും സെയിം ആയിരിക്കും. ഇപ്പൊ ഞാൻ എഴുതിയപ്പം വന്നതുപോലെ തന്നെ ഒരുപാട് പേര് കാണും ഒരേപോലെ. ഇൻസ്പെക്ടറേറ്റിൽ 30 PWD 29 അങ്ങനെ ഇപ്പൊ കുറെ പേരുകളൊക്കെ സെയിം പോലെ വരും. അത് ഇനിയിപ്പോൾ AP വരുമ്പോഴും ഈ ഇതിലുള്ളവർ അതിൽ ചിലപ്പോൾ കാണാം, അങ്ങനെ വരാം. അപ്പം നമുക്കറിയില്ല ഏത് കിട്ടും. നമുക്ക് ഇപ്പോഴും ഇപ്പം കിട്ടിയത് സബ്ബാണ്, ഇനി വേറെ ഏത് കിട്ടുന്നു അറിയില്ല നമുക്ക്. അപ്പം പാരലൽ ലിസ്റ്റാണ്, എഴുതുന്നവർ സെയിം ആണ്. കാരണം പ്രിപ്പയർ ചെയ്യുന്നവർ ഒരേ കുട്ടികൾ തന്നെ ആയിരിക്കും, പല ലിസ്റ്റുകളിലുള്ളതും അവർ തന്നെ ആയിരിക്കും. ഇനിയിപ്പോ ഈ വന്നിരിക്കുന്ന ഈ വിളിച്ചിരിക്കുന്ന എക്സാമുകൾക്ക് എഴുതുന്നതും ഈ റാങ്ക് ലിസ്റ്റിൽ ഏകദേശം പലരും എഴുതും. അപ്പം അവരതിലേക്ക് വരാം. അവർക്ക് ചിലപ്പോൾ ഈ പോസ്റ്റ് ആയിരിക്കില്ല, ചിലപ്പോൾ താല്പര്യം അതായിരിക്കും, അപ്പൊ അവർ മാറാം. അങ്ങനെ പലതും സംഭവിക്കും. നമുക്ക് ഏത് ജോലി കിട്ടും എന്ന് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. അതായത് ഞാൻ ഉദ്ദേശിച്ച താഴത്തെ റാങ്ക് ആണെങ്കിലും താല്പര്യമാണെങ്കിൽ പ്രിപ്പയർ ചെയ്യുക, എപ്പോഴെങ്കിലും ആയിട്ട് അതിലേക്ക് വരും, താഴ്ത്തുന്നാണേലും കയറി വരാം. ഇപ്പൊ 2-3 ലിസ്റ്റുകളാണ് ഇപ്പോൾ കറന്റ് വന്നിരിക്കുന്നത്, ഇനിയും വരാനുണ്ട്. അപ്പൊ മിസ് ഇപ്പൊ ഈ ഒരുപാട് ലിസ്റ്റിലൊക്കെ ഇനിയും ഇടം പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ മിസ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പം ടീച്ചിങ് AP ഇഷ്ടമാണ്, ലെക്ചർ പോളി താല്പര്യമുണ്ട്. പക്ഷെ അറിയില്ല എങ്ങനെയാണ്, നമുക്ക് അറിയില്ല. കോമ്പറ്റീഷൻ ലെവൽ കൂടുതലാണ്, കുട്ടികൾ കുറെ പേരുണ്ട്. അപ്പം അറിയില്ല എങ്ങനെയാണ്. ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരണവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. വേക്കൻസീസ് കുറവാണ്. അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ 1 വേക്കൻസി ആയിരിക്കും, 2 വേക്കൻസി ആയിരിക്കും. അതോർത്ത് പ്രിപ്പയർ ചെയ്യാതിരിക്കണം. എല്ലാവരും പല ലിസ്റ്റിലും കോമൺ ആയിട്ടുള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് 1 വേക്കൻസി ആണോ 2 വേക്കൻസി ആണോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പലരും പൊതുവെ നോക്കുന്ന ഒരു കാര്യമാണ്, ഒരു വേക്കൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്യണോ, പഠിച്ചിട്ട് കാര്യമുണ്ടോ. പക്ഷെ ഒന്നാണെങ്കിലും നമ്മൾ പഠിക്കുക, കിട്ടിയില്ലെങ്കിൽ ഓക്കെ, പക്ഷെ നമ്മൾ ട്രൈ ചെയ്യാതിരിക്കരുത്. വൺസ് നമ്മൾ ട്രൈ ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് ഔട്ടായാലും നമുക്ക് പിന്നീട് ഓക്കെ ഞാൻ ട്രൈ ചെയ്തു, കിട്ടിയില്ല, ചെയ്യണമെന്നാണ്. ഇപ്പൊ ഹാർബറൊക്കെ ആണെങ്കിൽ വേക്കൻസി കുറവാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ പലരും എൻക്വയറി വരുമ്പോ ചോദിക്കുന്ന ഒരു കാര്യം ഇത്ര വേക്കൻസി ഉള്ളൂ, അപ്പൊ അതൊക്കെ ചാൻസ് ഉണ്ടോന്നാണ്. അത് പുതിയ പിള്ളേർ ചോദിക്കുന്ന കാര്യമാണ്. അപ്പൊ അവരോടൊക്കെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം
ട്രൈ ചെയ്ത് നോക്കുക. അതെ, അതായത് താല്പര്യം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ വൺസ് നമ്മൾ ശ്രമിക്കാതിരുന്നാൽ നമുക്ക് ഒട്ടും കിട്ടില്ല. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സാധ്യതയുണ്ട്, കിട്ടുമോ ഇല്ലയോ നമുക്കറിയില്ല. അല്ലാതെ നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ പറയുമോ ഓ അന്ന് ഞാനത് അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് താല്പര്യമുണ്ട്, നമുക്ക് ഇഷ്ടം അതാണ്, അപ്പം നമ്മളത് ട്രൈ ചെയ്യുക. പിന്നെ കിട്ടുന്നത് കുറച്ച് പേർക്കായിരിക്കും. ഇപ്പൊ ചിലപ്പോൾ AP 10 പേരോ ഒക്കെ ആയിരിക്കും ഇപ്പൊ വേക്കൻസി കുറവാണ്. അപ്പൊ അത്രയും ടാലന്റഡ് ആയവർക്കാണ് ആ ജോലി കിട്ടുന്നത് അല്ലേ. അപ്പൊ അത്രേ ഉള്ളൂ. അത് നമ്മൾ പഠിച്ചത് കുറവാണ്, അവർ പഠിച്ചത് കൂടുതലാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അത് കിട്ടിയില്ല എന്നോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ പറയുള്ളൂ, താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യുക, ശ്രമിക്കുക. അപ്പം ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ അതിന് വേണ്ടി ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ മിസ്സിന് ടീച്ചിങ് ആണ് താല്പര്യം എന്ന് പറഞ്ഞു. അപ്പോൾ മിസ്സ് PSC പ്രിപ്പറേഷൻ കാര്യങ്ങൾ എക്സാംസ് ഒക്കെ എഴുതി അതിൻ്റെ ഇടയിലാണ് നമ്മൾ വൺസിലേക്ക് മിസ്സ് ഒരു ടീച്ചറായിട്ട് വരുന്നത്. സോ അതെങ്ങനെയാണ് മിസ്സ് എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തിയത് എന്നുള്ളതൊന്ന് അറിയാൻ. ജിബിൻ സാറിനെ അറിയായിരുന്നു. പിന്നെ ഞാൻ എറണാകുളം തന്നെയാണ്, എറണാകുളമായിരുന്നു വൺസിൻ്റെ ഓഫീസ്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പം പോയി വരാൻ എളുപ്പമുണ്ട്. അപ്പം അങ്ങനെ നോക്കി, അങ്ങനെ ജിം സാറിനെ പരിചയമുണ്ട്. അപ്പം ആ രീതിയിൽ സാറിന്റെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ കണ്ടിരുന്നു. നമ്മൾ ഇലക്ട്രിക്കൽ PSC മിസ് ചിലപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടം പോലെ നമ്മൾ ഒരുപാട് കണ്ടന്റ് ഇലക്ട്രിക്കൽ PSC റിലേറ്റഡ് ആയിട്ട്, നമ്മൾ മെയിൻലി ഗേറ്റ് ആണ്, പക്ഷെ ഇലക്ട്രിക്കൽ PSC നമ്മുടെ ഒരു ടീം ഉണ്ടായിരുന്നു. ആ ടീം സെറ്റായ സമയത്ത് നമ്മൾ എല്ലാവരും പലവരും അതിൽ ടീച്ചേഴ്സ് പലവരും, ഇപ്പോൾ റോഷ്നി മിസ് ആണെങ്കിലും ജൂബി മിസ് ആണെങ്കിലും ഇവരൊക്കെ PSC ട്രൈയിങ്ങും ആണ്, ക്ലാസ് എടുക്കുന്നവരുമാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു കോഴ്സിലേക്ക് വന്നത്. സോ നല്ല രീതിയിൽ നമുക്ക് സ്റ്റുഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിന് ശേഷം നമ്മുടെ ടീമിലേക്ക് ജോയിൻ ചെയ്തതാണ് അശ്വതി മിസ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ മിസ് മെയിൻലി ഹാൻഡിൽ ചെയ്തത് ഇപ്പോൾ ഗേറ്റ് ആണെങ്കിൽ മെഷർമെൻറ്റ്സ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ സബ് എഞ്ചിനീയർ ഇൻ്റർവ്യൂ ബാച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇൻ്റർവ്യൂ ബാച്ചിൽ മിസ് വയറിങ് അല്ലേ, വയറിങ്ങും പിന്നെ മെഷർമെന്റ്സും ആണ് ചെയ്തത് അല്ലേ. ഓക്കെ. അപ്പോൾ മിസ് ഇപ്പോൾ മുത്തൂരിൽ പഠിപ്പിച്ച ഒരാളാണ്, ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. പക്ഷെ വൺസിൽ വന്നപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം അല്ല ഇവിടെ. ഇപ്പോൾ കോവിഡിന് ശേഷം മൊത്തം മാറിയതിൻ്റെ ഭാഗമായിട്ട് നമ്മളിലും ചേഞ്ച്, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും മാറ്റം വന്നിട്ടുണ്ട്. സോ ഇവിടുത്തെ ആ ഒരു ടീച്ചിങ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് മറ്റേതുപോലെ കുട്ടികളെ നേരിട്ട് കാണുന്നില്ല. അപ്പം ആ ഒരു വ്യത്യാസം ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ മനസ്സിലെല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു, പറഞ്ഞൊക്കെ തരുമായിരുന്നു എങ്ങനെയാണ് ക്യാമറയിൽ നോക്കി എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ. അപ്പം ആ ഒരു രീതിയിൽ ആദ്യമായിട്ടാണ് സ്റ്റുഡൻസിനെ കണ്ട് പഠിപ്പിച്ചിട്ട് ഇങ്ങനെ വരുമ്പോ ഒരു എങ്ങോട്ട് നോക്കണം, നമ്മൾ കണ്ടന്റ് മാത്രം അറിഞ്ഞാൽ പോരല്ലോ, ആ ഒരു പ്രസന്റേഷനുള്ള ഇമ്പോർട്ടൻസ് കൂടെ ഇവിടെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു മൊത്തത്തിലെ എക്സ്പീരിയൻസ് എങ്ങനെ വിലയിരുത്തുന്നു? ആദ്യമേ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് കുട്ടികളിൽ നേരത്തെ ഡൗട്ട് ചോദിക്കുന്നോട്ട് ഇപ്പൊ ചോദിക്കാൻ പറ്റുന്നില്ല. മീൻസ് നമുക്ക് ക്യാമറയിലാണല്ലോ. സ്റ്റുഡിയോയിൽ ക്ലാസ് എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു റിയൽ ഫീഡ്ബാക്ക് ഒന്നും കിട്ടുന്നില്ല. ഇപ്പൊ ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ പോലും കുട്ടികളുടെ ഇടയിൽ നമുക്കതൊരു കറക്റ്റ് ചെയ്യാനുള്ളൊരു അവസരം എവിടെ ഉണ്ട്? ക്ലാസ് റൂമിലുണ്ട്. പക്ഷെ ഇതൊരു ഡിജിറ്റൽ ക്ലാസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ റെക്കോർഡർ ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ട് വേണം ക്ലാസ് എടുക്കാൻ. അപ്പോൾ സബ് എഞ്ചിനീയറിന് ഇൻ്റർവ്യൂ ബാച്ചൊക്കെ നമ്മൾ ചെയ്തപ്പോൾ നമ്മളതിൽ ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ആയാലും എന്തായാലും വളരെ കറക്റ്റ് ആയിരിക്കണം. അപ്പം അത് പ്രിപ്പറേഷൻ ചെയ്യുമ്പോഴും ആ ഒരു ക്ലാസ് റൂം പ്രിപ്പറേഷനും ഈ ഒരു പ്രിപ്പറേഷനും ഒക്കെ എത്രത്തോളം സമയം രണ്ടിലും സെയിം തന്നെയാണ്. പക്ഷേ കാരണം എന്ന് വെച്ചാൽ രണ്ടിലും നമ്മൾ പ്രിപ്പയർ ചെയ്യണം, നല്ലതുപോലെ തന്നെ നമ്മൾ രണ്ടിലും പ്രിപ്പയർ ചെയ്യണം. പക്ഷേ എടുത്തു കഴിയുമ്പോൾ നമുക്ക് അപ്പൊ തന്നെ ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു വ്യത്യാസം. നമ്മൾ എടുത്തത് എങ്ങനെയാണ്, ഫീഡ്ബാക്ക് കുട്ടികൾ പറയുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. മറ്റേത് നമുക്ക് സ്പോട്ടിൽ തന്നെ അവർക്ക് ഡൗട്ട് അങ്ങനെ. മറ്റേത് എന്ന് പറയുമ്പോൾ കുട്ടികൾ ഫീഡ്ബാക്ക് തരുന്ന അനുസരിച്ച് വൺസി എന്നുള്ള ഫാക്കൽറ്റിയുടെ റെസ്പോൺസ് നമുക്ക് പറയുമല്ലോ. അങ്ങനെയല്ല, ഇല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമായി ഇല്ലെങ്കിൽ, അപ്പൊ അങ്ങനത്തെ ഒരു വ്യത്യാസമാണ് ഉള്ളത്. ആദ്യം അതൊരു ബുദ്ധിമുട്ടായിരുന്നു ഈ ക്യാമറയിൽ നോക്കുന്നത്. പിന്നീട് അത് എല്ലാവരും ഒരു സപ്പോർട്ട് കാരണം ഇവിടെ വന്നു. ഇപ്പൊ ഒരുപാട് ഇപ്പൊ മനസ്സിലായ മിസ് ഒരുപാട് ഫാക്കൽറ്റീസ് ഒക്കെ ആയിട്ട് കണക്ഷൻ ആയി. ഇപ്പൊ നമ്മുടെ ഒരു ഗ്യാങ് അല്ലെങ്കിൽ സർക്കിൾ ഇങ്ങനെ
എൻലാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ടീച്ചേഴ്സായിട്ടുള്ള മൊത്തത്തിൽ അവരായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ജോബി മിസ്സിനെയും റോഷ്നി മിസ്സിനെ ഒക്കെ സബിന്റെ ഒക്കെ റാങ്ക് ലിസ്റ്റ് ഇന്റർവ്യൂവിനും ഒക്കെ പോയപ്പോ കണ്ടിരുന്നു. അപ്പം എല്ലാവരും അങ്ങനെയാണ് പരിചയം. പിന്നെ റീസെന്റ് നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ പോയ സമയത്ത് മിസ് ചിലപ്പോ ഒരുപാട് സ്റ്റുഡൻസിനെ ഫ്രണ്ട്സിനെ ഇവരെല്ലാരെയും കണ്ടിട്ടുണ്ടാവും. അതെ. അപ്പം എക്സാമിന് പോകുമ്പോഴും ഇവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ യൂട്യൂബിൽ ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് വർക്ക് ചെയ്യാൻ. ഒരു സർക്കിളിൽ ഇവരെല്ലാരും വന്ന് ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാനൊരു പോയിന്റ് എന്നുള്ള രീതിയിൽ. ഓക്കെ. പിന്നെ ഇപ്പോൾ മിസ്സേ നമ്മൾ മെയിൻലി ഈ PSC എക്സാംസിന് മെയിൻലി ഇപ്പോൾ ഈ ടെക്നിക്കൽ എക്സാംസ് ആണ്. ഇപ്പോൾ ഈ എക്സാമിനൊക്കെ നമ്മൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ് കൂടുതലും നോക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ വർഷവും ഇപ്പോൾ PSC എന്ന് പറയുമ്പോൾ ഒരു 3 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 5 വർഷം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണല്ലോ എക്സാം നടക്കുന്നത്. പക്ഷെ റെഗുലറായിട്ട് സ്റ്റുഡൻസിന് എഴുതാൻ പറ്റിയ ഒരു എക്സാമാണ് ഗേറ്റ് എക്സാം. പ്രത്യേകിച്ച് BTech പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 3rd ഇയറിലും 4th ഇയറിലും നമുക്ക് ഈ ഒരു ഗേറ്റ് എക്സാം എഴുതാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ ഇപ്പം കണ്ടുവരുന്നൊരു ട്രെൻഡ്, പണ്ട് നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് ഗേറ്റിനോടുള്ള ഒരു അപ്രോച്ചും ഇപ്പോൾ ഉള്ള അപ്രോച്ചും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുട്ടികൾക്ക് താല്പര്യം ഇങ്ങനത്തെ എക്സാമിനോട് കുറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ എക്സാം അന്നും ഇന്നും സ്റ്റാൻഡേർഡ് എക്സാമാണ്, IITs കണ്ടക്ട് ചെയ്യുന്ന എക്സാമാണ്. പക്ഷെ ഇപ്പോൾ കുറച്ച് താല്പര്യം കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ മെയിൻലി എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പോൾ ഹയർ സ്റ്റഡീസ് ഒന്നും ഇപ്പോൾ ആരും അങ്ങനെ MTech ഒന്നും കൂടുതലായിട്ടും അത്രയും താല്പര്യമുള്ളവർ മാത്രമേ നോക്കുന്നുള്ളൂ. പണ്ട് ചെയ്തത്ര പേരൊന്നും ഇപ്പോൾ MTech ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു ഗേറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനോട്, ഇപ്പോഴുള്ള എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനോട് എങ്ങനെ ഗേറ്റിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എക്സാമിന് വൺസ് നമ്മൾ ഗേറ്റ് ലെവലിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എക്സാമുകളെല്ലാം ക്രാക്ക് ചെയ്യാൻ എളുപ്പമുണ്ടാവും. കൺസെപ്റ്റ് ആദ്യം ക്ലിയർ ആവണം. അപ്പം നമുക്ക് ആ ഒരു ഫീൽഡാണ് താല്പര്യമെങ്കിൽ അത് തന്നെ എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. ശരിക്കും ഗേറ്റ് ഇപ്പോൾ ഹയർ സ്റ്റഡീസ് അല്ല, ഇപ്പോൾ PSU സാറിന്റെ കേസാണെങ്കിൽ സാർ ഇങ്ങനെ ഗേറ്റ് ത്രൂ ആണ് NHPCയിൽ ജോബിന് കയറിയത്. അപ്പൊ അതൊക്കെ ഒരു PSU ജോബും നമുക്ക് അതെല്ലാ വർഷവും റെഗുലറായിട്ട് നടക്കുന്ന എക്സാം ആണ്. ഇപ്പൊ PSC എന്ന് പറയുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരു സബ് കഴിഞ്ഞാൽ അടുത്ത സബ് വരണമെങ്കിൽ 4-5 വർഷം അല്ലെങ്കിൽ 3 വർഷം റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യണം. പക്ഷെ നമ്മുടെ ഗേറ്റിന് അത്രയും ഒരു വെയിറ്റിംഗ് വരുന്നില്ല. ഇപ്പൊ ഇപ്രാവശ്യം നമുക്ക് റാങ്ക് കുറവാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഇമ്പ്രൂവ് ചെയ്യാം. ഒരു 1 ഇയർ പ്രിപ്പറേഷൻ എടുത്താൽ മതി. പക്ഷെ പിള്ളേര് പൊതുവെ അതിന്റെ ഒരു ടഫ്നെസ് നോക്കിയിട്ട് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ അങ്ങനെയില്ല, എല്ലാ കുട്ടികളും സെയിം കുട്ടികൾ തന്നെ ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. 3rd ഇയറിലൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പം ഏകദേശം ലെവല് മനസ്സിലാവും. നമ്മളുടെ 3 വർഷം വാലിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ശരിക്കും ഗേറ്റിന്. പക്ഷെ പിള്ളേരൊന്നും അത് അത്ര സീരിയസ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് നോക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഗേറ്റ് പ്രിപ്പയർ ചെയ്ത PSC ആണ് നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം 4th ഇയറിലും ഒന്നും കൂടി അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കുക, ഏത് ഫീൽഡാണ് താല്പര്യം നോക്കുക, പിന്നെ ആ ഫീൽഡിന് വേണ്ടി ട്രൈ ചെയ്യുക. നേരത്തെ തന്നെ അത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നേരത്തെ തന്നെ നമുക്ക്. അല്ല, ശരിക്കും ഈ ഗേറ്റ് പ്രിപ്പറേഷനും PSC പ്രിപ്പറേഷനും തമ്മിലൊരു കണക്ഷൻ ഉണ്ട് അല്ലെ? നമ്മളിപ്പോ സിലബസ് വൈസ് നോക്കുകയാകുമ്പോൾ PSCക്ക് ടെക്നിക്കൽ ഇലക്ട്രിക്കൽ PSCക്ക് വരുന്ന സബ്ജക്ട്സ് ഗേറ്റിന് വരുന്ന ഈ മെഷീൻസും പവർ സിസ്റ്റവും പവർ ഇലക്ട്രോണിക്സും മെഷർമെന്റ്സും ഇതെല്ലാം PSCക്ക് വരുന്നതാണ്. സോ ആ ലെവലിൽ പ്രിപ്പയർ ചെയ്ത് വന്ന ഒരാൾക്ക് ടെക്നിക്കൽ PSC അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ടൈം മാനേജ്മെന്റ് മാത്രം ഒന്ന് നോക്കിയാൽ മതിയായിരിക്കും. കാരണം അതും എനിക്ക് തോന്നുന്നു അതിലും ക്വസ്റ്റ്യൻസ് പ്രോബ്ലമാറ്റിക് വരുന്ന കാരണം വരില്ലായിരിക്കും. പക്ഷെ ഇവിടെ 100 ക്വസ്റ്റ്യൻസ് 1.5 hour. അപ്പം ആ ഒരു ടൈം മാത്രം നമ്മളൊന്ന് നോക്കിയാൽ മതി. OMRൽ മാർക്ക് ചെയ്യുന്നത് ആ ഒരു കാര്യം മാത്രം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഗേറ്റിന്റെ പ്രിപ്പറേഷൻ എപ്പോഴും PSCനെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഉറപ്പായിട്ടും കാരണം ഇപ്പോഴത്തെ ആണെങ്കിലും എക്സാംസ് AP ആണെങ്കിലും ഒക്കെ നമുക്ക് കാണുമ്പോൾ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പല വരും. ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് കൂടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇവിടെയും ചോദിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെയുണ്ട്. ടഫായിട്ടാണ് എക്സാംസ് വരുന്നത്. അതേപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള
ക്വസ്റ്റ്യൻസ് അങ്ങനെ വരുന്നില്ല. ക്വസ്റ്റ്യൻസ് എല്ലാം കുറച്ചുകൂടി ടഫായിട്ടുള്ളതും പ്രോബ്ലം ഉള്ളതും ഒക്കെയാണ് വരുന്നത്. അപ്പം ആ രീതിയിൽ പഠിച്ചാലേ നമുക്ക് കിട്ടൂ. കാരണം നമ്മുടെ കൂടെ കോമ്പീറ്റ് ചെയ്യണവർ അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ലെവല് കുറച്ചും കൂടി. അപ്പം നമ്മളും ആ രീതിയിൽ പഠിച്ചാലേ നമുക്കും ഒരു ജോലി കിട്ടുകയുള്ളൂ. അപ്പം നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. റിവൈസ് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ. ഇനിയിപ്പോൾ മിസ് ഒരുപാട് പേര് ഇനിയിപ്പോൾ റീസെൻ്റ് ആയിട്ട് പാസ് ഔട്ട് ആയവർ, അതുപോലെ ഇനിയും പാസ് ഔട്ട് ആവാൻ പോകുന്ന സ്റ്റുഡൻസ്, ഇവർക്കൊക്കെ ഇനിയും PSCയുടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, അതിപ്പോൾ കേരള ഗവൺമെൻറ് ആയാലും സെൻട്രൽ ഗവൺമെൻറ് ആയാലും ഒരുപാട് വിത്തിൻ ഇന്ത്യ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇനിയും വരുന്നുണ്ട്. ഓക്കെ. സോ ഇനി എക്സാം എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ PSC എക്സാംസ് ഒക്കെ ട്രൈ ചെയ്ത് എഴുതാൻ പോകുന്ന കുട്ടികളോട് മിസ്സിന് എന്തൊക്കെ അഡ്വൈസാണ് കൊടുക്കാനുള്ളത്? അപ്പം ഇപ്പം പ്രിപ്പയർ ചെയ്യുന്നവരോട് ഇല്ലെങ്കിൽ പാസ് ഔട്ട് ആവുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഫീൽഡ് ഏതാണ്, ഇപ്പം PSC ആണെങ്കിലും ഗേറ്റ് ആണെങ്കിലും ഏതൊരു മേഖലയാണെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ അകത്ത് വേക്കൻസി നോക്കേണ്ട കാര്യമില്ല. ഒരു വേക്കൻസിയോ 2 വേക്കൻസിയോ നോക്കേണ്ട കാര്യമില്ല. ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അപ്പം ഉറപ്പായിട്ടും അതിനൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ട്രൈ ചെയ്യാതിരുന്നാൽ നമുക്കത് കിട്ടില്ല, ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. മീൻസ് അത് പ്രിപ്പയർ ചെയ്താലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇതിൻ്റെ ലെവല്, ഏത് ഏരിയയിൽ നിന്നാണ് വരുന്നത്, എല്ലാം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ അതിന് ശേഷം എക്സാം അറ്റൻഡ് ചെയ്യുക, സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുക, റിവൈസ് ചെയ്യുക. ഗേറ്റ് ആണെങ്കിലും ഒരു ഷോർട്ട് കട്ട് ഒന്നുമില്ല. ചിലപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഉദ്ദേശിച്ച റാങ്ക് കിട്ടിയില്ലെങ്കിൽ ഒന്നും കൂടെ ട്രൈ ചെയ്ത് ഇംപ്രൂവ് ചെയ്യാം. ഏത് എക്സാമിനും അങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഇല്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ടൈം അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യാൻ തന്നെ വേണം. അതെ അതെ. ഓക്കെ. അപ്പോൾ മിസ് നമ്മളോട് ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ചാറ്റ് ഷോയിൽ നമ്മളോട് ഷെയർ ചെയ്തു. സോ ഇത്രയും സമയം നമ്മളോട് ചെലവഴിച്ചതിന് വൺസ് ടീമിൻ്റെ പേരിൽ ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. സോ അടുത്ത ഒരു എപ്പിസോഡിൽ പുതിയൊരു ടീച്ചറുമായിട്ട് കാണാം. അതുവരെ താങ്ക് യു.